ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. എന്താണെന്നറിയാവോ? ഇതാണ് സംഭവം. ഇതെന്താണ്? എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. എന്താ അത്? അക്യൂചെക്കിൻ്റെ നമ്മൾ ഷുഗർ നോക്കുന്ന സാധനമാണ്. ഡയബറ്റീസ് ചെക്ക് ചെയ്യുന്ന സാധനമാണ്. സോ ഇതെനിക്ക് ഇവിടെ നിന്ന് UK നിന്ന് ഡോക്ടർ എനിക്ക് ഫ്രീ ആയിട്ട് തന്നേക്കുന്ന സാധനമാണ്. എൻഡോക്രൈനോളജിസ്റ്റ് തന്നേക്കുന്ന സാധനമാണ്. ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓൺ ടച്ചിൻ്റെ സാധനമായിരുന്നു. ഇവിടുന്ന് തന്നെ തന്നതാണ്. പക്ഷേ നമുക്ക് UK ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇവർ തന്നെ ചെക്ക് ചെയ്യാനുള്ള മെഷീനും അതിൻ്റെ ടാബ്ലറ്റ്സും എല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് തരും. ഇവിടെ മെഡിക്കൽ എക്സംഷനിലുള്ളതാണ് ഡയബറ്റിക്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ GPക്ക് കൊടുക്കുക. അത് GP അത് സൈൻ ചെയ്തിട്ട് ഫാർമസിക്ക് കൊടുക്കും. അത് നമുക്ക് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ എക്സംഷൻ കിട്ടും. സോ നമ്മൾ അതിനുശേഷം ഒരു മെഡിസിനും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണക്ക് തന്നെ നമുക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കാവേ. ഇതിൻ്റെ സെക്കൻഡ് വൺ ആണ്. ഈ സാധനത്തിന് പ്രത്യേകത ഉള്ളത് എന്നോട് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആപ്പിൽ ലിങ്ക്ഡ് ആണ്. നമ്മൾ എപ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്താലും അത് ആപ്പിൽ കാണാൻ പറ്റും. സോ അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്തോ നേഴ്സിൻ്റെ അടുത്തോ GPയുടെ അടുത്തോ ഒന്നും പറയണ്ട ഇതൊക്കെയായിരുന്നു ബ്ലഡ് ഷുഗർ ലെവലെന്ന്. സോ അവർക്ക് എന്നെ അടിച്ചു നോക്കുമ്പോൾ തന്നെ മൈ ചാർട്ടിൽ, അതായത് ഞാൻ അഡംപ്രോക്സിലാണ്. അഡംപ്രോക്സ് ഹോസ്പിറ്റലിൽ ലിങ്ക് ചെയ്തേക്കുന്നതുകൊണ്ട് അവിടെ മൈ ചാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണാൻ പറ്റും ഞാൻ എപ്പോഴൊക്കെയാണ് ചെയ്തത്, എൻ്റെ ഫാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു, എൻ്റെ പോസ്റ്റ് പ്രാക്ടിക്കൽ എങ്ങനെയായിരുന്നു, ആഹാരം കഴിക്കുന്നതിന് മുന്നേയും ശേഷമൊക്കെയുള്ള ഷുഗറിൻ്റെ ലെവൽ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അവരോട് പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ ലോഗ് ബുക്ക് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ചെക്ക് ചെയ്താൽ മതി. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡോക്ടർ എനിക്കിതിൽ എഴുതി തന്നിട്ടുണ്ട്. ഇതാണ് ആപ്പ്, ഈ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് എഴുതി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻഫർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറേ പേർക്കൊന്നും അറിയില്ലായിരിക്കും. നാട്ടിൽ നിന്ന് കുറേ ഗുളികകളൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഇവിടെ കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല. GPനെ കാണിച്ച് അവർക്ക് നമ്മൾ എലിജിബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ എല്ലാ ചെക്കപ്പിനും പ്രോപ്പറായിട്ട് വിളിക്കും. ഡയറ്റീഷ്യനെ ആയാലും എല്ലാം കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ ഇതിൻ്റെ കൂടെ 25 സ്ട്രിപ്സ് ഫ്രീ ആണ്. ഇതിൻ്റെ കൂടെ വന്നു. പിന്നെ ലാൻസെറ്റ് 24 ലാൻസെറ്റും ഇതിൻ്റെ കൂടെ വന്നു. ബാക്കിയുള്ളത് GPക്ക് അവർ റിട്ടേൺ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. GP ബാക്കി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്നെ പറഞ്ഞേക്കണത്. സോ ഇതാണ് ഗ്ലൂക്കോമീറ്റർ. അതിൻ്റെ കൂടെ ഇന്ന് എനിക്ക് എൻ്റെ ലാൻസെറ്റിൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞു. ഇനി തൊട്ട് ഞാൻ ക്ലിനിക്കലി അത് പേഷ്യൻസിന് പരീക്ഷിക്കാൻ പ്രാപ്തയായിരിക്കുകയാണ്. കോമ്പിറ്റൻസി കിട്ടി ഗൈസ്, കോമ്പിറ്റൻസി. സോ ഇതിനൊരു പൗച്ച് വരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് നോക്കാം. പൗച്ച് എന്തിനാണോ? ലോക്ക് ബുക്ക് ഉണ്ട്, ഇതിൻ്റെ യൂസേഴ്സ് മാനുവലുണ്ട്. പൗച്ച്, പിന്നെ കുറേ ബുക്കുകൾ. ഇത് വായിച്ച് പിടിക്കാനാണ്. അല്ല, ഇതിൻ്റെ മാനുവൽ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാൻ. പേന കിട്ടി. ഇതാണ് പേന, അക്യൂചെക്ക് ഫാസ്റ്റ് ട്രിക്കിൻ്റെ പേന. ഇവിടെയാണ് കേട്ടോ, ഈ പേനയുടെ ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിൽ 6 സൂചികൾ വരെ ഉണ്ട്. ഇതിനകത്ത് ഇൻബിൽഡഡ് ആണ് 6 സൂചികൾ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ സൈഡിൽ വെച്ചിട്ട് പ്രക്ക് ചെയ്യുക. ഈ ഫിംഗറിൽ ആരും പ്രക്ക് ചെയ്യരുത്. ഇതാ സംഭവം. സോ നമ്മൾ ശരിക്കും നമുക്ക് ഈ 10 ഫിംഗേഴ്സ് ഉള്ളതിൽ ഈ 2 ഫിംഗേഴ്സിൽ പ്രക്ക് ചെയ്യാൻ നമ്മൾ പാടില്ല. ബാക്കി ഈ 6 ഫിംഗേഴ്സ് മാത്രമേ നമ്മൾ കുത്താൻ പാടുള്ളൂ. അതും ഈ 6 ഫിംഗേഴ്സ് കുത്തുമ്പം ഇതിൻ്റെ സെൻട്രൽ പോർഷനിലൊന്നും കുത്തരുത്. ഈ സൈഡ് പോർഷൻസിൽ മാത്രമേ കുത്താൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ന്യൂറോപ്പതിയൊക്കെ വരും, അല്ലെങ്കിൽ നമുക്ക് സെൻസേഷനൊക്കെ കുറേ കാലം കഴിയുമ്പോൾ നഷ്ടപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ പറഞ്ഞത് കേട്ടോ. സോ നമ്മൾ സെൻട്രൽ കുത്താൻ പാടില്ല. ഈ പെരിഫറി, ഈ സൈഡിലുള്ള ഭാഗങ്ങളിലാണ് ഈ 3 ഫിംഗറിനെ കുത്താൻ പാടുള്ളൂ. ഓക്കെ, സോ ദീസ് 2 ഫിംഗേഴ്സ് ആർ നോട്ട് ടെക്നിക്കലി അലൗഡ്. ഇന്നത്തെ കോമ്പിറ്റൻസിയിൽ പഠിച്ചതാ. അപ്പം ഇതാണ് സംഭവം. ഈ വൈറ്റ് കളർ കാണുന്ന സാധനം ഇങ്ങോട്ടേക്ക് മാറ്റുക.
അപ്പോൾ ഇവിടെ 6 സൂചി ഉണ്ട്. ഇങ്ങോട്ടേക്ക് മാറ്റുമ്പം ഇങ്ങനെ സൈഡ് പ്രക്ക് ചെയ്യുക, ടിക്കു ചെയ്ത് കഴിഞ്ഞിട്ട് സാധനം ഇവിടെ. ഇതാണ് കുഞ്ഞു മെഷീനാട്ടോ, ഭയങ്കര ടൈനി ആണല്ലോ, കുഞ്ഞു മെഷീനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സാധനം വയ്ക്കുക, ചോര കൊടുക്കുക, റെക്കോർഡാവും. ഇപ്പം ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ കൂടുതലായിരിക്കും ഒന്ന് നോക്കാൻ നമുക്ക് എന്താണല്ലോ. ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, എന്തോ സാധനം 2 ഉണ്ടല്ലോ, എന്താണെന്ന് നോക്കട്ടെ. ഓ, ഇതിൻ്റെ സൂചിയായിരുന്നു, ഞാൻ തുറന്നു. ഇതാണ് ഇതിൻ്റെ സൂചി കേട്ടോ. ഇതിൻ്റെ അകത്തും 6 സൂചിയുണ്ട്, ഇതിൻ്റെ അകത്തും 6 സൂചിയുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് ഇതിനകത്ത് കുഞ്ഞി സൂചികളുണ്ട്. നമ്മളിത് ഈ 6 കാണിക്കുന്നില്ലേ, 6 എണ്ണം. ഇത് കണക്ക് ഇതിൻ്റെ അകത്ത് 6 എണ്ണം ഉണ്ട്, ഫ്രഷാണ്. സോ ഇത് ഇങ്ങോട്ടേക്ക് വലിക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ദൂരി എടുത്തിട്ട് ഇത് നമുക്ക് ഊരി എടുത്തിട്ട് ഇത് വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് 6 സൂചിയാണുള്ളത്. സോ ഈ സാധനം ഇതിൻ്റെ അകത്ത് 6 എണ്ണം ഉണ്ട്, നമ്മളിത് കയറ്റുക ചെയ്യുക. സോ അതാണ് പരിപാടി. സോ ഇത് എക്സ്ട്രാ 2 എണ്ണം നമ്മൾക്ക് അവർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല, 6 ദിവസം കഴിഞ്ഞിട്ട് മതി. സോ ഞാൻ തിരിച്ചു വെച്ചു. സോ ഇതിൻ്റെ അത് ഓൾറെഡി ലോഡഡ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. കുത്തി നോക്കുമ്പോൾ അറിയാം ലോഡഡ് ആണോ അല്ലേ എന്നുള്ളത്. സോ അപ്പം ഞാൻ ഇതിനെ എടുത്ത് മാറ്റി വേറെ എന്താ ഉള്ളത്, ഒരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, സോ ടെസ്റ്റിംഗ് സ്ട്രിപ്പ് അത് മിസ്സിങ് ഇല്ലായിരുന്നോ? ടെസ്റ്റിംഗ് സ്ട്രിപ്പ് ഇതാ 50 എണ്ണം വന്നു. അപ്പോൾ ഇത് എക്സ്ട്രാ ആണല്ലോ. ഇതിനകത്ത് 10 എണ്ണം കൂടി ഉണ്ട് കേട്ടോ. സോ അല്ലാണ്ട് തന്നെ നമുക്ക് 25 ടെസ്റ്റിംഗ് സ്ട്രിപ്പ് ഇതിൻ്റെ കൂടെ ഉണ്ട്. എക്സ്ട്രാ ഒരു 10 എണ്ണം കൂടി ഉണ്ട്. Can you open and check maybe? Yeah, let me have a look. കീറ് പൊളിക്കുകയാണ്. യെസ്, 25 സ്ട്രിപ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ടോട്ടൽ 35 നമുക്ക് കിട്ടിയേ. ഓ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് 24 ലാൻഡ് സെറ്റ്സ് ഉണ്ട്. സോ നമുക്ക് വീണ്ടും എക്സ്ട്രാ 2 ലാൻഡ് സെറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ടോട്ടൽ 24, 25, 26 ഇൻറ്റു 6 ടൈംസ് നമുക്ക് ചെയ്യാൻ പറ്റും. 24 ഇൻറ്റു 6 എത്രയാണ്? അത്രയും. എനിക്ക് കണക്കിൽ ഞാൻ ഇച്ചിരി വീക്കാണ്. 6 Lancet 24. ഓ 6 ലാൻഡ് സെറ്റേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് 24, ഇതിൻ്റെ അകത്ത് 2 എണ്ണം. അപ്പം 8 ലാൻഡ് സെറ്റ്. 8 ലാൻഡ് സെറ്റ് ഉണ്ട്. 8 ഇൻറ്റു 6. ആക്ച്വലി ഇതിലുള്ളത് ഓരോ ഡ്രമ്മിൽ 6 ലാൻസെറ്റ് വീതം. സോ ടോട്ടൽ 24 ലാൻസെറ്റ്, അതായത് 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 എണ്ണത്തിന് 24 ലാൻസെറ്റ് ഉണ്ടാവും. അപ്പോൾ 24 വട്ടം നമുക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റും. സോ എക്സ്ട്രാ 2 എന്ന് പറയുമ്പം അതും അതുപോലെ തന്നെ 4 എണ്ണം വെച്ചിട്ട് 6 എണ്ണം വെച്ചിട്ട്. സോ 6 6 12, 12 + 24 ഏകദേശം ഒരു 36ൻ്റെ അടുത്ത ലാൻസെറ്റ് അവയ്ക്കിപ്പോൾ തന്നെ ഓൾറെഡി റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ അതും കൂടെ ചേർന്ന് 35. ഇത്രയാണ് ഇതിൻ്റെ അതുള്ളത്. അക്യൂട്ട് ചെക്ക്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ, എന്നാലേ അവർക്കത് കിട്ടത്തുള്ളൂ. സോ അങ്ങനെ ഡൗൺലോഡ് ആവും. സോ അപ്പോൾ ഞാൻ ഇത് കണ്ടുപിടിച്ചു. ഗ്ലൂക്കോ ഡയബറ്റിസ് ഡേറ്റ, എന്താ ഗ്ലൂക്കോ ട്രാക്ക് ഡയബറ്റിക് ഡേറ്റ സംഭവമാണ്. ഞാനിത് ചെയ്യാൻ പോവാണ്. അയ്യോ ഗൈസ്, ഗെറ്റ് അതിൻ്റെ മുഖം വേണം ഗൈസ്. അപ്പം നമ്മൾ ഡേറ്റയൊക്കെ സെറ്റാക്കി. കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഇത് സെറ്റാക്കാൻ, പക്ഷെ നമ്മളിതെല്ലാം സെറ്റാക്കി. നമുക്കൊരു ഹെൽപ്പ് കിട്ടി. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി. ഒരു ഷാർ നമ്മളിതെല്ലാം പഠിപ്പിച്ചു തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ സാധനം എല്ലാം സെറ്റാക്കി. കുറച്ച് പാടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെസ്റ്റിംഗ് ആണ്. സോ ഇത് ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലൂടൂത്തൊക്കെ ഓൺ ആക്കണമായിരുന്നു. അപ്പോൾ ബ്ലൂടൂത്ത് വഴി ഈ ഫോണും ഈ മോണിറ്ററുമായിട്ട് ഇപ്പോൾ ലിങ്ക്ഡ് ആണ്. ഞാൻ ഈ മോണിറ്ററിൽ എപ്പോഴൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്താലും ഈ ഫോണിൽ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. നോക്കാം, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമേ. ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് 11,493 സ്റ്റെപ്സ് എടുക്കണം. ഫുഡ് 61 കാലറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മോണിറ്റർ ഇത് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തു.
നമുക്കൊരു ഇതിൻ്റെ അത് ലാൻസെറ്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തുറക്കുകയാണേ, തുറന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാൻസെറ്റ് ഇല്ല. സോ നമ്മൾ നേരത്തെ തുറന്ന ലാൻസെറ്റ് എടുക്കുകയാണേ. ഇതിൻ്റെ അകത്ത് 6 സൂചിയുണ്ടേ. അപ്പോൾ ഞാനത് ഇട്ടു, അടച്ചു, ലോക്ക് ചെയ്തു. സോ 6 എണ്ണം. അപ്പോൾ ഇതാണ് സൂചി വരുന്ന സ്ഥലം. സോ നമ്മളിത് പെർഫോം ചെയ്യുന്നതിന് മുന്നേ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം, എന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ റൂള് പ്രകാരം ഈ 2 ഫിംഗേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഈ ഒരു ഫിംഗറാണ്. ഈ ഫിംഗറിൻ്റെ സൈഡായിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഞാൻ സ്ട്രിപ്പ് എടുത്ത് വെക്കുകയാണേ. ഇരിക്കും. സോ ഞാനിത് ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. ചെയ്തു. ഇതിങ്ങനെയാണോ വരണ്ടേ? സോ അപ്പം ഇത് കാണിക്കുന്നുണ്ട് ബ്ലഡ് വേണമെന്ന്. അപ്പോൾ ഞാൻ ബ്ലഡ് കൊടുക്കാൻ, നമുക്ക് ഈ കട്ട് എത്ര ഡീപ്പ് ആവണമെന്നത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 1, 2, 3 തൊട്ട് 5 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഡീപ്പിൽ ഇത് എത്ര ആഴത്തിൽ കുത്തണം എന്നുള്ളതാണ് ചോദിക്കണേ. അപ്പം ഞാൻ 4 കൊടുക്കുകയാണേ. 4 മതിയായിരിക്കും എനിക്ക്. അപ്പോൾ ഞാനെൻ്റെ ഫിംഗർ എടുത്തു, എൻ്റെ സൈഡ് തന്നെ എടുക്കാൻ പോവാണ്. ഞാൻ എപ്പോഴും സെൻറ്ററിലാണ് കുത്തുക, എനിക്ക് അതാണ് വയ്യതം. പക്ഷേ നമ്മൾ സെൻറ്ററിൽ കുത്താൻ പാടില്ല. സോ സൈഡ് നമ്മൾ അതിന് മുമ്പ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചോരയൊക്കെ വരട്ടെ, നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. സോ മസാജ് ചെയ്തു. കുത്താൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് കുത്താൻ, പക്ഷെ ഞാൻ കുത്തും. ഞാൻ ഡീപ് ബ്രീത്തൊക്കെ എടുത്താ കുത്തണേ. യെസ്, ചോര കിട്ടി. നമ്മൾ ആദ്യം ഒന്ന് ചോര തുടച്ച് കളയണം, രണ്ടാമത് വരുന്ന ചോര എടുക്കണം. കുടുകുടാന്ന് ചോര വരുന്നുണ്ട്. സോ 8.3 ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഡിന്നർ കാർബോഹൈഡ്രേറ്റ് നന്നായി കഴിച്ചു. ആ ഫോണിൽ ലിങ്ക്ഡ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ 8.3 ഈ ഫോണിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. സംഭവം നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പം ചില ആൾക്കാർക്ക് ആദ്യമേ ഡയഗ്നോസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എല്ലാ ദിവസവും ആഹാരത്തിന് മുമ്പ് ശേഷം ഉള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം എഴുതി വെക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇങ്ങനൊരു മെഷീൻ ഉണ്ടെങ്കിൽ സോ ഇറ്റ്സ് ലൈക്ക് നമുക്ക് വെറുതെ കണ്ടുപിടിക്കേണ്ട, എഴുതി വെക്കേണ്ട കാര്യമില്ല. അവർക്കത് ഈസിലി ആക്സസിബിളുമാണ്. നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമ്മൾ എന്ന് ചെയ്ത ബ്ലഡ് ആണെങ്കിലും നമുക്കത് എടുക്കാനും പറ്റും. ഓ, ഇത് തീർന്നു. സോ ഇതാണ് സംഭവം, കൊള്ളാം. സോ അപ്പോൾ നമുക്ക് ഷാർപ്പിനും ജീപ്പി തരും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇടണം. ഇതെടുക്കുക, ഇതിനെടുത്ത് ഷാർപ്പിനിലോട്ട് ഇടുക, അടച്ചു വയ്ക്കുക. സംഭവം കഴിഞ്ഞു. ഷാർപ്പിനകത്ത് നമ്മൾ ഉപയോഗിച്ച് ഇത് വെച്ചു, നമ്മൾ ബ്ലഡ് മോണിറ്റർ ചെയ്തു. കീപ്പ് അവേ, ദാറ്റ്സ് ഇറ്റ്. സോ ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.